CPM-ന്റെ രാജ്യസഭ MP ആണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പല പ്രസംഗങ്ങളും പലപ്പോഴും CPM വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടി കേരളത്തിൽ അതിന് വലിയ പ്രചാരണം കൊടുക്കാറുണ്ട്. ജോൺ ബ്രിട്ടാസ് നിർമ്മലാ സീതാരാമനുമായി കൊമ്പുകോർക്കുന്നു, ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി രാജ്യസഭ MP ആയിരുന്നപ്പോൾ സുരേഷ് ഗോപിയുമായി കൊമ്പുകോർക്കുന്നു എന്ന തരത്തിലായിരുന്നു അതൊക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നത് ജോൺ ബ്രിട്ടാസിന്റെ കരിയറിൽ ജോൺ ബ്രിട്ടാസ് ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായി മാറും. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം കൊമ്പ് കോർക്കാൻ പോയത് വൈസ് പ്രസിഡന്റായ ജഗ്ദീപ് സിംഗ് ധൻഖറിന്റെ കൂടെയാണ്. ജഗ്ദീപ് സിംഗ് ധൻഖർ ജോൺ ബ്രിട്ടാസിന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത കാഴ്ച രാജ്യസഭയിൽ ചിരി പടർത്തി എന്നുള്ളതാണ്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത് ജോൺ ബ്രിട്ടാസും അദാനി വിഷയത്തിലും ഡിസ്കഷൻ വേണം എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടപാടെ ജഗ്ദീപ് സിംഗ് ധൻഖർ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തേക്ക് മുഖം പോലും കൊടുക്കാതെ സഭ പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആ ഒരു സാഹചര്യം രാജ്യസഭയിൽ വലിയ രീതിയിൽ ചിരി പടർത്തി. നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ എല്ലാ തരത്തിലും വെട്ടിലായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആരോപണ ശരങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ജോൺ ബ്രിട്ടാസിന്റെ കൈരളി TV-യുടെ ഗൾഫ് പരസ്യ വരുമാനവും ഡിജിറ്റൽ മീഡിയ വരുമാനവും ജോൺ ബ്രിട്ടാസ് വഴി തിരിച്ചു വിടുന്നു എന്ന ആരോപണ ശരങ്ങളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ കൂടെ ജോൺ ബ്രിട്ടാസിന്റെ വൈറലാകുന്നത്. രാജ്യസഭയിൽ ജഗ്ദീപ് സിംഗ് ധൻഖറിന്റെ മുന്നിൽ കസറാൻ പോയ ജോൺ ബ്രിട്ടാസിന് യാതൊരുവിധ വിലയും കൊടുക്കാതെ ജഗ്ദീപ് സിംഗ് ധൻഖർ ഓടിച്ചു വിടുന്ന കാഴ്ച നമുക്കറിയാം. ജഗ്ദീപ് സിംഗ് ധൻഖർ മമതാ ബാനർജിയുടെ സർക്കാരിന്റെ മുകളിൽ ഗവർണറായിരുന്നിട്ടുള്ള വ്യക്തിയാണ്. മമതാ ബാനർജിയെയും പലപ്പോഴും ജഗ്ദീപ് സിംഗ് ധൻഖർ എടുത്ത് അലക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ആ ജഗ്ദീപ് സിംഗ് ധൻഖറിന് ജോൺ ബ്രിട്ടാസ് ഒക്കെ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.